ഹലോ ഗേസ് ഈ സ്പോർട്ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഫസ്റ്റ് ഇൻഫോ ഇന്നലെ നടന്ന തേർഡ് പാർട്ടി BGMI ടൂർണമെന്റ് ട്രിനിറ്റി ഐ സ്പോർട്സ് കണ്ടക്ട് ചെയ്ത 7 ലക്ഷം രൂപ പ്രൈസ് പൂൾ വരുന്ന ഇവന്റ് ഇന്നലെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ ലാസ്റ്റ് ഡേ ഉണ്ടായിരുന്നു. നമുക്ക് 6 മാച്ചുകൾ കാണാനായിട്ട് സാധിച്ചില്ല. മാച്ചുകളുടെ എണ്ണം ഇന്നലെ കുറവായിരുന്നു. ലിഖിത സ്പോർട്സ് വേഴ്സസ് റെക്കനിങ് ആയിരുന്നു ആ ഒരു ചാമ്പ്യൻ പട്ടത്തിലേക്കുള്ള മത്സരം ഉണ്ടായിരുന്നു. ലാസ്റ്റ് മാച്ച് വരെ ആ ഒരു ത്രില്ലിംഗ് ഇത് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അവിടെ ലിഖിത സ്പോർട്സിനെ തോൽപ്പിച്ചുകൊണ്ട് റെക്കനിങ് സ്പോർട്സ് ഈ ഒരു ഇവന്റിന്റെ ചാമ്പ്യന്മാരായിരിക്കാണ്. 6 പോയിന്റ് ഡിഫറൻസിലാണ് റെക്കനിങ് സ്പോർട്സ് ഈ ഒരു ഇവന്റിന്റെ ചാമ്പ്യന്മാരായത്. 130 പോയിന്റ് അവര് സ്വന്തമാക്കിയ സെക്കൻഡ് എത്തിയത് ലിഖിത സ്പോർട്സ് ആണ്. 124 പോയിന്റുമായിട്ട് ലാസ്റ്റ് മാച്ചിൽ ആ ഒരു ചിക്കനിനെ അടിച്ചിരുന്നെങ്കിൽ ലിഖിത സ്പോർട്സിന് ആ ഒരു ചാമ്പ്യൻ പട്ടം സ്വന്തമാക്കാനായിട്ട് സാധിച്ചേനെ. ഞാൻ തേർഡ് എത്തിയത് GenXFM ആണ്. വേറെ ലെവൽ കംബാക്ക് ആണ് GenXFM ഇന്നലെ കാഴ്ചവെച്ചത്. ഇന്നലെ 3 മാച്ചുകളിൽ 37 പോയിന്റ് സ്വന്തമാക്കി. അതിൽ എടുത്തു പറയേണ്ട ലാസ്റ്റ് മാച്ചിൽ ആ ഒരു ചിക്കൻ ഡിന്നർ പെർഫോമൻസോട് കൂടിയിട്ടാണ് ആ ഒരു തേർഡ് പൊസിഷനിലേക്ക് നമ്മുടെ GenXFM നമ്മുടെ ഈവിള് കളിക്കുന്ന ടീം എത്തിയിട്ടുള്ളത്. 8ാം സ്ഥാനത്താണ് നമ്മൾ മാക്കിന്റെ ടീം ജെനിസിസ് സ്പോർട്സ് എത്തിയത്. 89 പോയിന്റോടെ നമ്മളെ മല്ലൂർഗയുള്ള നോണെക്സ് 12ാം സ്ഥാനത്ത് വിൻ ചെയ്തു 56 പോയിന്റുമായിട്ട്. MVP ആയത് നമ്മളെ ലിഖിത സ്പോർട്സിലെ ഗോബ്ലിൻ ആണ് 30 ഫിനിഷസുമായിട്ട്. അങ്ങനെ ആ ഒരു തേർഡ് പാർട്ടി ഇവന്റ് അവസാനിച്ചിരിക്കുകയാണ്. ആൻഡ് അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് നമ്മളെ സ്പോർട്സ് വേൾഡ് കപ്പാണ് ഇന്ന് എല്ലാവരുടെയും മുന്നിലുള്ളത്. SA2 അതിന്റെ പാർട്ണർ പ്രോഗ്രാമിലേക്ക് എത്തിയിട്ടുണ്ട്. ജൂലൈയിൽ തന്നെ സ്പോർട്സ് വേൾഡ് കപ്പ് റിയാദിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഏകദേശം 25ഓളം ഗെയിമുകളാണ് ഇത്തവണ സ്പോർട്സ് വേൾഡ് കപ്പിലേക്കുള്ളത്. 23 ഗെയിം ആൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട്. പബ്ജി മൊബൈൽ, പബ്ജി, ഫ്രീ ഫയർ, വേലറന്റ് തുടങ്ങി പിന്നെ നമുക്ക് നമ്മളെ ഇന്ത്യയിൽ ഇല്ലാത്ത ഒരുപാട് ട്രെൻഡിങ് ഗെയിമുകൾ നമുക്ക് ഇതിൽ കാണാനായിട്ട് സാധിക്കും. ഇനി 2 ഗെയിമുകൾ കൂടിയാണ് അതിൽ അനൗൺസ് ചെയ്യാനുള്ളത്. അതിനുശേഷം നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും പ്രോപ്പർ 25 ഗെയിമുകൾ ഏതൊക്കെയാണ്. എന്തായാലും നമുക്ക് ആ ഒരു സ്പോർട്സ് വേൾഡ് കപ്പിൽ ഏതൊക്കെ ഇന്ത്യൻ ടീമുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നമുക്ക് കണ്ടു തന്നെ അറിയാം. അതിന്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വൺ ഗെയിം സ്പോർട്സ് കണ്ടക്ട് ചെയ്ത പ്രോ ചാമ്പ്യൻഷിപ്പ് 5 ലക്ഷം രൂപ പ്രൈസ് പൂൾ വരുന്നതിന്റെ ഗ്രാൻഡ് ഫൈനൽസിന്റെ ലാസ്റ്റ് ഡേ ആയിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നു. ലാസ്റ്റ് മാച്ച് വരെ ആ ഒരു ത്രില്ലിംഗ് മൂമെന്റ് ആയിരുന്നു. ആ ഒരു ചാമ്പ്യൻ പട്ടം സ്വന്തമാക്കുന്ന രീതിയിലായിരുന്നു ആ ഒരു മത്സരങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ ടീം തമിഴാസ് ഈ ഒരു ഇവന്റിലെ ചാമ്പ്യന്മാരായിരിക്കണം. അതും വേറെ ലെവൽ കംബാക്ക് ആണ് നമ്മൾ തമിഴാസ് കാഴ്ചവെച്ചിട്ടുള്ള. ഇന്നലെ 6 മാച്ചുകളിൽ 3 ചിക്കൻ ഡിന്നർ പെർഫോമൻസ് ആണ് നമ്മൾ തമിഴാസിന്റെ ഭാഗത്ത് നിന്ന് കാണാനായിട്ട് സാധിച്ചത്. മാച്ച് 2 12 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നറും മാച്ച് 3 4 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നറും മാച്ച് 5 7 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നറും ടീം സ്വന്തമാക്കിയാണ്. ടോട്ടലി 72 പോയിന്റ് ആണ് ഇന്നലെ സ്വന്തമാക്കിയത്. ടോട്ടൽ 6 ചിക്കൻ ഡിന്നറോട് കൂടി 212 പോയിന്റുമായിട്ട് തമിഴാസ് ഈ ഒരു ഇവന്റിലെ ചാമ്പ്യന്മാരായിരിക്കുകയാണ്. വേറെ ലെവൽ കംബാക്ക് നമുക്ക് തമിഴാസിന്റെ ഭാഗത്ത് നിന്ന് കാണാനായിട്ട് സാധിച്ചു. വസിഷ്ഠ സ്പോർട്സിന്റെയും ഒരു ലെവൽ പെർഫോമൻസ് ലാസ്റ്റ് എൻഡിലേക്ക് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. സെയിം പോയിന്റ് 212 പോയിന്റ് തന്നെയാണ് വസിഷ്ഠ സ്പോർട്സ് സ്വന്തമാക്കിയത്. പക്ഷെ ചിക്കൻ ഡിന്നറിന്റെ എണ്ണം നോക്കുകയാണെങ്കിൽ തമിഴാസിനാണ് കൂടുതൽ. അതുകൊണ്ടാണ് തമിഴാസ് ആ ഒരു ചാമ്പ്യൻ പട്ടത്തിലേക്ക് എത്തിയത്. ഒരു പോയിന്റ് പോലും ഡിഫറൻസ് ഇല്ല. അതിൽ എടുത്തു പറയേണ്ട ലാസ്റ്റ് മാച്ചിൽ വസിഷ്ഠ സ്പോർട്സ് ആ ഒരു ചിക്കൻ ഡിന്നർ സ്വന്തമാക്കിക്കൊണ്ട് ആ ഒരു 6 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നർ സ്വന്തമാക്കിക്കൊണ്ടാണ് തമിഴാസിന്റെ ഒപ്പം എത്തിയിട്ടുള്ളത്. ഒരു ഫിനിഷ് കൂടിയും നമ്മളുടെ വസിഷ്ഠ സ്പോർട്സ് ലാസ്റ്റ് മാച്ചിൽ എടുക്കാൻ സാധിച്ചിരുന്നെങ്കിൽ വസിഷ്ഠ സ്പോർട്സ് അതിന്റെ ചാമ്പ്യന്മാരായതിനു. പക്ഷെ ജസ്റ്റ് മിസ്സിനാണ് വസിഷ്ഠ സ്പോർട്സിന് ആ ഒരു ചാമ്പ്യൻ പട്ടം നഷ്ടമായിട്ടുള്ള. 44 പോയിന്റ് ഇന്നലെയും അവർ സ്വന്തമാക്കിയാൽ. തേർഡ് എത്തിയത് ഫീനിക്സ് സ്പോർട്സ് ആണ് 182 പോയിന്റുമായിട്ട്. നമ്മുടെ കാലിപ്സ് ആണ് നമ്മൾ ഷാഡോ കളിക്കുന്ന കാലിപ്സ് അവന് 112 പോയിന്റ് മാത്രമേ സ്വന്തമാക്കാനായിട്ട് സാധിച്ചുള്ളൂ. വെറും 2 പോയിന്റ് ആണ് തോന്നുന്നു ഇന്നലെ അവര് എടുത്തിട്ടുള്ളത്. നമ്മളെ മാക്ക് കളിക്കുന്ന ജെനിസിസ് സ്പോർട്സ് 11ാം സ്ഥാനത്ത് വിൻ ചെയ്ത് 107 പോയിന്റുമായിട്ട്. സോള് 13ാം സ്ഥാനത്താണ് വിൻ ചെയ്തത് 96 പോയിന്റുമായിട്ട്. MVP ആയത് നമ്മളെ ഫീനിക്സിലെ എയിംബോട്ട് ആണ്. അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് എയിംബോട്ടിന്റെ ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അങ്ങനെ ഈ ഒരു തേർഡ് പാർട്ടി BGMI ടൂർണമെന്റും അവസാനിച്ചിരിക്കുകയാണ്. ഇനി എല്ലാവരുടെയും മുന്നിലുള്ളത് BGS ആണ്. BGSന്റെ റൗണ്ട് 4 റിസൾട്ട് വന്നപ്പോ ഓൺലി ഗോഡ് എന്ന് പറഞ്ഞ ടീമിനെ BGS നിന്നും ബാൻ ചെയ്തിരിക്കുകയാണ്. ഹാക്കിംഗ് അല്ലെങ്കിൽ ചീറ്റിംഗ് യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഓൺലി ഗോഡിനെ ഈ ഒരു BGS നിന്നും ബാൻ ചെയ്തിട്ടുള്ളത്. ആ ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് 8 ആയിരുന്നു. ഈ ഒരു ടീമിനെ ബാൻ ചെയ്തത് കൊണ്ട് തന്നെ ഗ്രൂപ്പ് 8ലെ എല്ലാ ടീമുകൾക്കും എക്സ്ട്രാ 2 പോയിന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ മല്ലൂർഗയുള്ള മിത്ത് ഒഫീഷ്യൽസിന് വമ്പൻ തിരിച്ചടി ആയിട്ടുണ്ടായിരുന്നു. കാരണം വൈൽഡ് കാർഡിലേക്ക് ക്വാളിഫൈ ആവുന്ന ടീമുകളിൽ ലാസ്റ്റ് 30 പോയിന്റായിട്ട് മിത്ത് ഒഫീഷ്യൽസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീടുള്ളത് ഇൻഫോർണോ സ്കോഡ് ആയിരുന്നു. ഇൻഫോർണോ സ്കോഡ് 30 പോയിന്റ് തന്നെയായിരുന്നു. പക്ഷെ
ഈ ഒരു ഗ്രൂപ്പ് 8-ലായിരുന്നു ഇൻഫോർണൽ സ്ക്വാഡും ഉണ്ടായിരുന്നത്. ഈ ഒരു ഓൺലി ഗോഡ് പറഞ്ഞ ടീം ബാൻ ആയതുകൊണ്ട് തന്നെ ആ ഒരു ഗ്രൂപ്പിൽ എക്സ്ട്രാ 2 പോയിന്റ് കിട്ടി. അങ്ങനെ ഇൻഫോർണൽ സ്ക്വാഡിനും എക്സ്ട്രാ 2 പോയിന്റ് കിട്ടിയതോടുകൂടി 32 പോയിന്റുമായിട്ട് വൈൽഡ് കാർഡിൽ മിത്ത് ഒഫീഷ്യൽസിനെ തോൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വരികയും മിത്ത് ഒഫീഷ്യൽസിന് ആ ഒരു 16ാം സ്ഥാനം കിട്ടാത്തത് കൊണ്ട് തന്നെ വൈൽഡ് കാർഡിലേക്ക് ക്വാളിഫൈ ആവാനായിട്ട് മിത്ത് ഒഫീഷ്യൽസിന് സാധിക്കാതെ പുറത്തായിരിക്കുകയാണ്. അത് വമ്പൻ ഒരു തിരിച്ചടി ആയിരിക്കുകയാണ്. ഈ ഒരു ഹാക്കർ കാരണം നമ്മളൊരു മല്ലു ഓർഗിന്റെ ഒരു അവസരം കൂടി നമുക്ക് മിസ്സായിരിക്കുകയാണ്. അത് ഒരു വമ്പം തിരിച്ചടി തന്നെയാണ്. പിന്നെ ഇന്റൻസ് ഇ സ്പോർട്സ് നമ്മളൊരു മല്ലു പ്ലേയേഴ്സ് കളിക്കുന്ന മല്ലു ടീമാണ്. അവര് വൈൽഡ് കാർഡിലേക്കും ക്വാളിഫൈ ആയിട്ടുണ്ട്. ഇനി ക്വാർട്ടർ ഫൈനൽസ് കഴിഞ്ഞാലാണ് അവരുടെ മാച്ചുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഇന്നു മുതൽ BGISന്റെ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇന്നലെ ഗ്രൂപ്പ് ഡ്രോയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ ലൈവായിട്ട് കണ്ടിട്ടുണ്ടാവും. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഗ്രൂപ്പ് ഡ്രോ ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. നമുക്ക് ഓരോ ഗ്രൂപ്പിന്റെയും ടോപ്പ് ടീമുകൾ നോക്കുകയാണെങ്കിൽ ഗ്രൂപ്പ് 1 തന്നെ നമ്മളെ സൈറക്സിന്റെ ലിഗ്ദ ഇ സ്പോർട്സ് വരുന്നുണ്ട്. ഒപ്പം നമ്മളെ ക്ലച്ച് ബോർഡിന്റെ ഗുജറാത്ത് ടൈഗേഴ്സ്, റെക്കനിങ്, നമ്മുടെ മെഡൽ ഇ സ്പോർട്സ് തുടങ്ങിയ ടീമുകളും വരുന്നുണ്ടായിരുന്നു. ഗ്രൂപ്പ് ഡിയിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മളെ മല്ലു ഓർഗയുടെ റോയൽ എംബറർ വരുന്നുണ്ട്. ഒപ്പം തന്നെ സോള്, ഫോറം, ജസ്ജലി, 8-ബിറ്റ് തുടങ്ങിയ ടീമുകളും. ഗ്രൂപ്പ് സിയിലേക്ക് വരുന്ന നമ്മളെ മല്ലു ഓർഗയുടെ നോണെക്സ് വരുന്നുണ്ട്. ഒപ്പം ഗോളിലേക്ക് ആർഎംടെക്സ്, OG ടീം, തമിഴാസ് തുടങ്ങിയിട്ടുള്ളവരും. ലാസ്റ്റ് ഗ്രൂപ്പ് ഡിയിലേക്ക് നമ്മളെ മാക്കിന്റെ ടീമായുള്ള ജെനിസസ് ഇ സ്പോർട്സ്, ഒപ്പം കേണാന്, VXC, ഗോഡ്സൈന്, PNX, സിൻസിനാക്കി കിഡ് തുടങ്ങിയുള്ള വമ്പൻ ടീമുകൾ. അതായത് ഗ്രൂപ്പ് ഡി ആണ് അത്യാവശ്യം ടഫ് ഗ്രൂപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്തായാലും ഇന്ന് മത്സരങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. നമുക്ക് നോക്കാം എത്രത്തോളം അടിപൊളിയായിട്ട് ഈ ഒരു ക്വാർട്ടർ ഫൈനൽസ് പോകുന്നത്. കാരണം ഇനി ആണ് മെയിൻ റൗണ്ട് എന്ന് പറയുന്ന ടീം ലെവലിലുള്ള എല്ലാ ടീമുകളും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആ ഒരു മെയിൻ റൗണ്ട് നമുക്ക് ഈ ഒരു ക്വാർട്ടർ ഫൈനൽസിൽ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ആരായിരിക്കും സെമി ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആവുക, ആരായിരിക്കും വൈൽഡ് കാർഡിലേക്ക് പോകുക. കാരണം ആരും ഇവിടെ പുറത്താവുന്നില്ല. അവർക്ക് സെക്കൻഡ് ചാൻസ് എന്നുള്ള രീതിയിൽ വൈൽഡ് കാർഡും കിട്ടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് മാച്ചുകൾ കണ്ടു തന്നെ അറിയാം. നിങ്ങൾ മാച്ച് മിസ് ചെയ്യാതിരിക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക. നിങ്ങൾ എപ്പോഴും കമന്റ് രേഖപ്പെടുത്തുക. അപ്പോൾ ബൈ ഗൈസ്.